നമസ്കാരം. ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിന് മാതൃകയായിരിക്കണം എന്നാണ് പറയാറുള്ളത്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും പല നേതാക്കളെക്കുറിച്ചും ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ചിലതൊക്കെ സത്യമാണെന്നുള്ള കാര്യം പിന്നീട് പുറത്തു വന്നിരുന്നു. പക്ഷേ രണ്ട് വ്യക്തികളെ എടുക്കാം. അതായത് ഒന്ന് KB ഗണേഷ് കുമാർ, രണ്ട് മുകേഷ്. ഈ രണ്ടുപേർക്കും ഒരുപാട് സാമ്യങ്ങളുണ്ട്. രണ്ടുപേരും കൊല്ലംകാരാണ്. രണ്ടുപേരുടെയും പിതാക്കന്മാർ പ്രശസ്തരാണ്. ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ കേരള രാഷ്ട്രീയത്തിലെ അധികായനായിരുന്ന R ബാലകൃഷ്ണപിള്ളയാണെങ്കിൽ മുകേഷിൻ്റെ അച്ഛൻ നാടകരംഗത്തെ മുടിചൂടാമന്നനായ O മാധവൻ, അമ്മ വിജയലക്ഷ്മിയും നടിയാണ്. അതുമാത്രമല്ല, ഈ രണ്ടുപേരും നടന്മാരാണ്. രണ്ടുപേരും കൊല്ലം ജില്ലക്കാരാണ്. രണ്ടുപേരും ആദ്യ വിവാഹം വേർപെടുത്തിയതാണ്. രണ്ടുപേരും ആദ്യ വിവാഹത്തിലെ ഭാര്യയെ വളരെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നവരാണ്. ഇങ്ങനെ ഒരുപാട് സാമ്യങ്ങൾ ഈ രണ്ട് പൊതുപ്രവർത്തകർ തമ്മിലുണ്ട്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിൻ്റെയും മുകേഷിൻ്റെയും കാര്യം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകരെ കേരളം സഹിക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയർത്തുന്നത്. ഗണേഷ് കുമാറിൻ്റെ കാര്യമെടുത്താൽ, മുകേഷിൻ്റെ കാര്യമെടുത്താൽ, അത് സരിത, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ സരിത പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഗർഭിണിയായിരുന്ന സമയത്ത് പോലും അവരെ വളരെ ക്രൂരമായ രീതിയിൽ ഉപദ്രവിച്ചിരുന്നു എന്നുള്ള കാര്യം അവർ പറഞ്ഞു. മക്കളെ പഠിപ്പിക്കാനുള്ള പണം പോലും അയാൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അവർ വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെ പഠിപ്പിച്ച് പിന്നീട് ഡോക്ടറാക്കിയത് എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഒരു മനുഷ്യന് തൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെ കാണാതിരിക്കാൻ കഴിയുന്നത്? ശരി, അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ പഠനത്തിനും അവർക്ക് ജീവിക്കാനുമുള്ള ഒരു തുക പോലും കൊടുക്കാൻ മുകേഷ് എന്ന് പറയുന്ന മനുഷ്യൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഗണേഷ് കുമാറും അതുപോലെ തന്നെയായിരുന്നു. രാമിനി തങ്കച്ചിയുമായി വിവാഹബന്ധം നിലനിൽക്കുമ്പോഴാണ് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുമ്പോൾ സോളാർ പരാതിക്കാരിയുമായി അവിഹിത ബന്ധം ഉണ്ടാക്കുകയും അവരുടെ അന്നത്തെ ഭർത്താവായിരുന്ന ബിജു രാധാകൃഷ്ണൻ മന്ത്രിമന്ദിരത്തിലെത്തി ഗണേഷ് കുമാറിനെ പഞ്ഞിക്കിടുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ നമ്മുടെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഗണേഷ് കുമാർ പറയുന്നത് എനിക്ക് 5000 അവിഹിത ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ സ്വകാര്യ ജീവിതവും പൊതുപ്രവർത്തനവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട എന്നുള്ളതാണ്. അതെങ്ങനെയാണ് സ്വകാര്യ ജീവിതവും പൊതുപ്രവർത്തനവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട എന്ന് പറയുന്നത്? ഇവിടെ ഇതിനു മുമ്പും പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. പല നേതാക്കളും പല ആരോപണങ്ങളിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്, രാജിവെക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയോ ഒക്കെയാണ് ചെയ്തിരുന്നത്. മുകേഷിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മുകേഷിനെതിരെ ഒരു നടി വളരെ മോശമായിട്ടുള്ള ആരോപണങ്ങളാണ് പുറത്തുവിട്ടത്. ആ വിഷയത്തിൽ മുകേഷിനെതിരെ കേസെടുത്തു. മുകേഷ് ജാമ്യത്തിലാണ് ഇപ്പോഴും. അതിനുശേഷവും അദ്ദേഹത്തിനെതിരെ ഒരു പരാതി മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ ഇമെയിലായി ഒരാൾ കൊടുത്തു എന്ന് പറയുന്നു. അത് പിന്നീട് ആ പരാതിയെക്കുറിച്ച് കേട്ടുകേൾവിയൊന്നുമില്ല. അതുപോലെ ഇത്തരത്തിൽ വൃത്തികെട്ടവരാണ് ഈ രണ്ടു പേരും എന്നുള്ളതാണ്. ഈ രണ്ടു പേരെയും ചുമക്കുന്നത് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതാണ്. ഈ രണ്ടു പേരെയും സംരക്ഷിച്ചത് ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് മോശമായിട്ടുള്ളൊരു സന്ദേശമാണ്. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടത്, ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കായിരുന്നാലും ജയിക്കാനായി, സീറ്റ് പിടിക്കാനായി അവർ ഏതു മേഖലയിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തുമെന്നുള്ളതാണ്. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ജയിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ പാർട്ടിയിൽ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത്. ഇവിടെ CPM-ൻ്റെ കാര്യം തന്നെ എടുത്താൽ മുകേഷിനെ കൊണ്ടുവന്നു. രണ്ടാം തവണയും മുകേഷിനെ അവിടെ MLA ആക്കി. ഗായിക ദലീമ, അങ്ങനെ നിരവധി പേർ. കോൺഗ്രസിലും അത്തരത്തിൽ ഇപ്പോൾ രമേഷ് പിഷാരടിയൊക്കെ വരുന്നു എന്ന് കേൾക്കുന്നു. BJP-യിൽ അതുപോലെ അങ്ങനെ പലരും BJP-യിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധാരണ ഈ പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും സമരങ്ങളിൽ പങ്കെടുത്തും ജനങ്ങളുടെയും പോലീസിൻ്റെയും ഒക്കെ തല്ലുകൊണ്ട് നടക്കുന്ന സാധാരണ പ്രവർത്തകരോട് കാണിക്കുന്ന ഒരു നീതികേടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇതുപോലെയുള്ള കാബാലികരെ ചുമക്കുന്നതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ചിന്തിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. ഈ രണ്ടു പേരുടെയും സാമ്യം, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മലീമസമായ, ഏറ്റവും മാലിന്യങ്ങളായ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ പറയുന്ന മുകേഷും ഗണേഷും എന്നുള്ളത് എടുത്തു പറയാതെ വയ്യ. അതുകൊണ്ട് ഇനിയും ഒരുപക്ഷെ ഗണേഷ് കുമാർ എന്തായാലും പത്തനാപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മുകേഷിൻ്റെ കാര്യം എന്തായാലും ഉറപ്പായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മാലിന്യങ്ങളെയും, ഇവർ മാത്രമല്ല ഇതുപോലെയുള്ള ആരായിരുന്നാലും ഒരു പൊതുപ്രവർത്തകൻ മറ്റുള്ള ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവരാണ്. അഴിമതിക്കാർ മാത്രമായിരുന്നു പണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവിഹിതം എവിടെ നോക്കിയാലും അവിഹിതം എന്നുള്ളതാണ്. ഒരു മന്ത്രിയുടെ ഭാര്യ തന്നെ അവിഹിതം കയ്യോടെ പിടിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണ്. അത് സത്യമോ മിഥ്യയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എങ്കിലും അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ അങ്ങനെ പറയുകയാണ്. എന്നിട്ടും ആ മന്ത്രി ഞാൻ രാജിവെക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് വഷളം ചിരിച്ചിരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും ഇതുപോലെയുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളെ ചുമക്കാൻ ഇനി കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ തയ്യാറാകരുത്.